യൂറോ കപ്പിൽ പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാനെന്ന ഇറ്റലി ക്രൊയേഷ്യ വമ്പൻ പോരാട്ടം. രാത്രി 12:30-ക്കാണ് മത്സരം. ഇതേ സമയത്ത് നടക്കുന്ന മറ്റൊരു കളിയിൽ സ്പെയിൻ അൽബേനിയയെ നേരിടും. മരണ ഗ്രൂപ്പിൽ നിന്ന് കരകയറാൻ മരണപ്പോരിന് ക്രൊയേഷ്യയും ഇറ്റലിയും. ഇരു ടീമുകളെയും തോൽപ്പിച്ച സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ എത്തിക്കഴിഞ്ഞു. ഗ്രൂപ്പ് ബിയിൽ നിന്ന് അവസാന 16-ലെത്തുന്ന രണ്ടാം ടീമാകാനാണ് ഈ പെരും പോരാട്ടം. സ്പെയിനോട് തോൽക്കുകയും അൽബേനിയയോട് സമനിലയിൽ കുരുങ്ങുകയും ചെയ്ത ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയെ ജയത്തിൽ കുറഞ്ഞതൊന്നും രക്ഷിക്കില്ല. ഒറ്റ പോയിന്റുമായി ഗ്രൂപ്പിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് ക്രോട്ടുകൾ. നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിക്കുള്ളത് 3 പോയിന്റ്. അൽബേനിയക്കെതിരെ ജയിച്ച ഇറ്റലി സ്പെയിനെതിരെ സെൽഫ് ഗോളിലാണ് വീണത്. നിലവിലെ ഫോം നോക്കുകയാണെങ്കിൽ ക്രൊയേഷ്യയുടെ വയസ്സൻ പടയ്ക്കെതിരെ ഇറ്റലിയുടെ യുവനിരയ്ക്ക് തന്നെയാണ് മുൻതൂക്കം. അൽബേനിയക്കെതിരെ സ്പെയിൻ ജയിക്കുകയോ അല്ലെങ്കിൽ മത്സരം സമനിലയിലാവുകയോ ചെയ്താൽ ക്രൊയേഷ്യക്കെതിരെ തോൽക്കാതിരുന്നാൽ മതി ഇറ്റലിക്ക് പ്രീ ക്വാർട്ടറിലെത്താൻ. ഗ്രൂപ്പിൽ സമ്പൂർണ്ണ ജയം ലക്ഷ്യമിട്ടാണ് സ്പെയിൻ അൽബേനിയക്കെതിരെ ബൂട്ട് കെട്ടുന്നത്. പ്രീ ക്വാർട്ടറിന് മുമ്പ് ഇതുവരെ പരീക്ഷിക്കാത്തവരെ കളത്തിലിറക്കാനുള്ള അവസരം കൂടിയാണ് സ്പെയിനിത്. അതേസമയം സ്പെയിനെ അട്ടിമറിച്ചാൽ അൽബേനിയയ്ക്കും പ്രീ ക്വാർട്ടർ സാധ്യത നിലനിർത്താം. സ്പോർട്സ് ഡെസ്ക് 24.